അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖന്നല്ലേ? ജനവാതിലും തുറന്ന് കടവാവല് വന്നിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പിയും കുറച്ച് ജാപ്പനീസ് ക്ലീനിങ് രീതികളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള അടിപൊളി ഒരു വീഡിയോ ആണ്. മിസ് ചെയ്യാതെ കണ്ടോളി. ആദ്യം തന്നെ കടല ഞാൻ വേവിക്കാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ. വെള്ളക്കടലയാണ് കിട്ടിയിരിക്കുന്നത്. നമ്മൾ ഈ കുഞ്ഞു കുക്കർ ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ അല്ല ഇനി കുറച്ച് ദിവസമായിട്ട്. അതുപോലെ തന്നെ വെബ്സൈറ്റിലും സോൾഡ് ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് രണ്ടാളുകൾ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് വാങ്ങാൻ പറ്റണില്ല, ഇനി എന്താ ചെയ്യുക എന്നുള്ളത്. ഞാൻ ഇന്നതിൻ്റെ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിരിക്കുന്നു കേട്ടോ. ആ ലിങ്കിലൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കൂ. ഇപ്പോൾ അത് സോൾഡ് ഔട്ട് ആയിട്ടല്ല കാണുന്നത്. പർച്ചേസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കൂ. ഇല്ലെങ്കിൽ എന്തായാലും ഓണത്തിൻ്റെ ആ ഒരു ഫെസ്റ്റിവൽ സീസണിലൊക്കെ ഓലത് എന്തായാലും അത് വീണ്ടും റീസ്റ്റോക്ക് ചെയ്യണതായിരിക്കും. അപ്പോൾ ആ സമയത്ത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾ സൈറ്റിൽ നിന്ന് തന്നെ വാങ്ങാൻ നോക്കുക. ഫ്ലിപ്പിൽ നിന്ന് വാങ്ങണില്ലാതെ കുറച്ചും കൂടി കുറഞ്ഞ റേറ്റിൽ സൈറ്റിലാണ് കിട്ടുക. അതുപോലെ തന്നെ വാങ്ങുന്ന സമയത്ത് നമ്മൾ ഒരു ബുഷറ 12 എന്ന് പറഞ്ഞിട്ടുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ 12% ഡിസ്കൗണ്ടിൽ കിട്ടും. ഇന്നുണ്ടാക്കുന്ന ഈസി ബ്രേക്ക്ഫാസ്റ്റ് റാഗി വെച്ചിട്ടാണ്. ഒരാൾ ഡിറ്റേഷൻ ഉണ്ടെന്നും പറഞ്ഞിട്ട് അതിൻ്റെ വേർഡ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് സുബൈക്ക് തന്നെ നീച്ചിക്കണേ. റാഗി വെച്ചിട്ടാണ് നമ്മൾ ഈ സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. റാഗി സേമിയ വെച്ചിട്ട് കേട്ടോ. അതൊരു ഹെൽത്തി സാധനമാണല്ലോ. അതുപോലെ തന്നെ അതാവുമ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നൂൽപുട്ട്. എനിക്കാണെങ്കിൽ ഈ ഇടിയപ്പം എങ്ങനെയായാലും ശരിയാവാത്തൊരു സാധനമാണ്. നിങ്ങളിൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൽ അധികം കാണാത്തതും അങ്ങനത്തെ ഒരു സാധനം തന്നെയായിരിക്കും. ഇന്നെന്തായാലും നമുക്ക് അതങ്ങോട്ട് പൊളിക്കാം. അത് ആവശ്യത്തിനുള്ളത് എടുക്കുന്നു, കുറച്ച് ഉപ്പിടുന്നു, പിന്നെ നമുക്കതൊന്ന് മുങ്ങി കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് വെക്കുക. ഒരു 2 മിനിറ്റ് മാത്രം. 2 മിനിറ്റിൽ കൂടാതെ നോക്കുക. ആ 2 മിനിറ്റ് കറക്റ്റ് ആകുമ്പോൾ നമ്മൾ ഇതുപോലെ നന്നായിട്ട് ഇങ്ങനെ മുറുക്കി പിഴിഞ്ഞെടുക്കരുത്. ജസ്റ്റ് ഒന്നിങ്ങനെ കയ്യിലിട്ടൊന്ന് വെള്ളം തോർത്തിയെടുക്കുക. മുറുക്കി പിഴിഞ്ഞാൽ പിന്നെ അത് ആകെ പൊടി പൊടിയാകും. 2 മിനിറ്റിൽ കൂടുതൽ വെക്കരുത്. പറ്റ ഒരുമാതിരി ഇതാവാൻ, ഒരു കുഴമ്പ് പോലെ ആവാൻ നിൽക്കരുത്. 2 മിനിറ്റിൽ അതെടുക്കുക. ഇന്നിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് അഗാരോൻ്റെ എഗ്ഗ് ബോയിലറിലാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഈ പൗച്ച് ട്രേയിലാണ് ഉണ്ടാക്കുന്നത്. ഇതിൽ എണ്ണ ഒന്ന് തടവി കൊടുത്തിക്കണ്, ഒന്ന് സോഫ്റ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് പിന്നെ ഈ ഒരു സാധനം നമ്മൾ ആ ഒരു ഇതുണ്ടല്ലോ, അത് ഇങ്ങനെ ഇതേപോലെ വെച്ച് കൊടുക്കുക. അടിയിൽ തേങ്ങ ചേർത്ത് കൊടുക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനത് വിട്ടു പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു അതെല്ലാം കഴിഞ്ഞിട്ട് മുകളിൽ തേങ്ങ ചേർത്ത് കൊടുക്കാം. 4 കള്ളിയിലും ഇതുപോലെ നിറച്ച് ഫില്ലാക്കി കൊടുക്കുക. പിന്നെ നമ്മൾ എഗ്ഗ് ബോയിലറിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. സ്റ്റീം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിലിത് വെച്ച് കൊടുക്കുക, അടച്ച് വെക്കുക, വേവിച്ചെടുക്കുക. കുറച്ച് മുന്നേ എപ്പോഴോ കൊണ്ടുവന്ന് വെച്ചതാണ് ഈ റാഗി സേമിയ. അത് വെച്ചിട്ട് ഒരു ദിവസം ഞാനത് പായസം പോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കി പിന്നെ എടുക്കുന്ന കാര്യം ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് അതിങ്ങനെ കണ്ടപ്പോഴാണ് പിന്നെ അത് വെച്ചിട്ട് ഒരു ദൊഡ്ഡല ഇങ്ങോട്ട് പാസ്സാക്കും. ദൊഡ്ഡലല്ല, നൂൽപുട്ട്. നൂൽപുട്ട്, ഇടിയപ്പം എന്നൊക്കെ പറയും. നമ്മളിവിടെ നൂൽപുട്ട് എന്നാണ് കേട്ടോ പറയുക. അങ്ങനെ വെള്ളം കഴിയുന്നതിന് മുന്നേ തന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് ഓഫാക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് വെന്തിക്കണമെന്ന് തോന്നിയപ്പോൾ നല്ലപോലെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി. പിന്നെ ഇതിന് ഒരുപാട് വേവൊന്നുമില്ല. അപ്പോൾ ഇതാ വെന്ത് വന്നിരിക്കണത് നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിരിക്കണേ. ഇനി ഇതിൻ്റെ മുകളിലാണ് ഞാൻ തേങ്ങയ്ക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് സംഗതി നല്ല സിമ്പിളായിട്ടുള്ള, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. ഇത് വെച്ചിട്ട് പുട്ടും ഉണ്ടാക്കാം, ഇതുപോലെ ഉണ്ടാക്കാം, നമുക്ക് പല രീതിയിലും ഉണ്ടാക്കാം. ഞാൻ ഈ ഇടിയപ്പം പോലെ ആദ്യമായിട്ടാണ് ചെയ്ത് നോക്കുന്നത്. പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു. ഞാൻ ഈ കടലക്കറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അവിടെ. അതിനൊന്നും നേരമില്ലാതെ ഇവിടെ ഓരോരുത്തർ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതിനെ കടല ഞാൻ വേവിച്ചവിടെ വെച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞ് തേങ്ങ അരക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോഴത്തേന് രണ്ടാമത്തെ തട്ടും കൂടി നമുക്കിത് ഇവിടെ വെച്ച് കൊടുക്കാം. അവിടെ ഓണാക്കി കൊടുത്താൽ മതിയല്ലോ. വെള്ളക്കളന്ന് വെച്ചാൽ അത് താനേ ഓഫായിക്കോളും. കടല ഞാൻ കുറച്ച് സമയമായി ഓഫാക്കി വെച്ചിട്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് തേങ്ങ ചിരകാനും കാര്യങ്ങൾക്കൊക്കെ പോയതേനു. കടല ഞാനിങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കും കേട്ടോ. എനിക്ക് ഈ മുഴുവൻ കടല അതേപോലെ കിടക്കുന്നത് കാണുമ്പോൾ ഒരു ഗതികേടാ. രാവിലെ തന്നെ ഞാൻ ഇറങ്ങാണ്ട് കടല കുറേ സമയം വായിലിട്ട് അലക്കണതൊന്നും ഇഷ്ടമല്ല. അപ്പം അതുകൊണ്ട് കുറച്ചൊന്ന് ഉടച്ച്, എന്നാൽ കുറച്ചൊന്ന് കടല കാണാനും വേണം. ആ ഒരു രീതിയിൽ ഓരോ തട്ടായിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഇഡ്ഡലി വേവിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇഡ്ഡലിയല്ല, ഇടിയപ്പം. ഇത് മറന്നു പോകണം. ഞാനത് എപ്പോഴും ഉണ്ടാക്കാത്തതുകൊണ്ടാണ് എനിക്കത് ഓർമ്മ തന്നെ അതിൻ്റെ പേര് കിട്ടാത്തത് കേട്ടോ. പിന്നെ നമ്മളിവിടെ നൂൽപുട്ട് എന്നാണ് പറയുക. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കറിയൊക്കെ ഒന്ന് തേങ്ങ അരച്ച് ഒഴിച്ച് വറവൊക്കെ ഇട്ട്
ഇട്ടിട്ട് ഒന്ന് ഉഷാറാക്കി എടുത്തിക്കണേ. അങ്ങനെ ലാസ്റ്റ് ട്രിപ്പ് വേവിച്ചെടുത്തിക്കണേ. ഇതിലിങ്ങനെ കൊട്ടുന്നത് കാണാന്നല്ലാതെ കൊട്ടിയതൊന്നും കാണാനില്ല എന്ന് നിങ്ങൾ വിചാരിക്കണുണ്ടെങ്കിൽ ഓരോരുത്തരായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് കാണാത്തത്. പിന്നെ കറി ഞാനും അജും മാത്രമാണ് കഴിച്ചിട്ടുണ്ടെങ്കിൽ മറ്റോല് മൂന്നാളും പഞ്ചസാര കൂട്ടിയിട്ടാണ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇന്റെ കെട്ടിയോനൊക്കെ ആ കുഞ്ഞു കുട്ടികളെ മാതിരി പഞ്ചാരക്കയിൽ കിളമ്പിന്ന് കഴിച്ചത് കേട്ടോ. അത്രക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അത്. ചായ കുടിച്ച പാടനെ ചോറ് തീമണം. കാരണം ഇന്ന് നമുക്ക് കുറച്ച് ജാപ്പനീസ് ക്ലീനിങ് ഒക്കെ പരീക്ഷിക്കാനുള്ളതല്ലേ. അപ്പൊ അതുകൊണ്ട് അടുക്കള പണികൾ വേഗം തീർന്നാലേ മറ്റേ പണികളൊക്കെ നടക്കുള്ളൂ. ഈ ഒരു ആംഗിൾ വെച്ചിട്ട് ഞാൻ വല്ലാണ്ട് വീഡിയോ ഷൂട്ട് ചെയ്യില്ല. കാരണം എപ്പോഴും സിംഗിൾ എന്തെങ്കിലും പാത്രം ഇങ്ങനെ നിരന്നുകൊണ്ടിരിക്കും. അപ്പൊ അത് കാണിച്ചു തരാൻ പറ്റൂലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ആ ഒരു രീതിയിൽ ഞാൻ ഷൂട്ട് ചെയ്യാത്തത്. ഇന്നിപ്പോ സിങ്ക് വലിയ അലമ്പൊന്നും ആയിട്ടില്ല. പിന്നെ കറി ഉണ്ടാക്കണം. ഇന്നലത്തെ മീനുണ്ട്, മീന് മസാല പുരട്ടി വെച്ചതുണ്ട്. അപ്പൊ അത് ആ ഒരു സമയത്ത് പൊരിച്ചെടുത്താൽ മതി. എല്ലാം സെറ്റാക്കി വെച്ചതായതുകൊണ്ട് ഇനിയിപ്പോ ഒരു കറി ഉണ്ടാക്കലും കൂടിയാണുള്ള പരിപാടി. ചേമ്പ് മുറുക്കണ സമയം അത്രയും മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ സുലു ചിക്കൻ കറിക്ക് തേങ്ങ വറുത്തരക്കണോ വറുക്കാതെ അരക്കണോ, വറുത്തരച്ചോളൂ തങ്കു എന്ന് പറയുന്ന ഡയലോഗ് പോലെ ഇത് തേങ്ങ അരക്കണോ അരക്കാണ്ടിരിക്കണോ എന്നുള്ള ചിന്തയിലേനി ഞാൻ. ലാസ്റ്റ് പിന്നെ ഞാൻ വിചാരിച്ചു അരക്കണ്ട, പുളിങ്കറി ആക്കിയിട്ടാണ് വെക്കാന്ന് വിചാരിച്ചു. അതാകുമ്പോൾ മടിക്കും ഗുണം ചെയ്യും. അങ്ങനെ ഞാൻ ചേമ്പ് കറിയും കൂടി വെച്ച് കുക്കിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ടെയോ. ഇനിയാണ് ഞാൻ ആ പറഞ്ഞ സംഭവ ബഹുലമായ ആ ജാപ്പനീസ് ക്ലീനിങ് രഹസ്യങ്ങളിലേക്ക് നമ്മൾ കിടക്കുന്നത് കേട്ടോ. ആദ്യം തന്നെ അതിൽ ഒരു പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാല് രാവിലെ ഫ്രഷ് എയർ വീട്ടിലേക്ക് കാരണം ജനലുകൾ തുറന്നിടണം, വാതിലുകൾ തുറന്നിടണം എന്നുള്ളതൊക്കെയാണ്. ഇതൊക്കെ ഞാനും ചെയ്യേണ്ടതാണ്. ജനൽ തുറന്നിടലും വാതിൽ തുറന്നിടലും പിന്നെ അതുപരി നമ്മളുടെ പുറത്തെ ഭംഗിയൊക്കെ ഒന്ന് കണ്ട് ആസ്വദിക്കലും അതൊക്കെ നമുക്ക് ശരിക്കും നമ്മൾ നല്ലൊരു ഒരു വൈബും ഒരു പോസിറ്റീവ് എനർജിയൊക്കെ തരുന്ന ഒരു കാര്യമാണ്. അതെപ്പോഴും ഞാൻ വീഡിയോയിൽ പറയണതുമാണ് കേട്ടോ. ദാ അങ്ങോട്ട് നോക്കൂ, അവിടെ കാണുന്നുണ്ടോ ഒരു മഞ്ഞ കളറിലൊരുത്തൻ? അവന് കാരനാണ് ഇന്നലെ എൻ്റെ മൂക്കിന് പണി കിട്ടിയത് കേട്ടോ. മൂക്ക് കുത്തി 2 ദിവസം ആഹാ നല്ല അടിപൊളി വേദനയിലും. അതോടുകൂടി പപ്പായ തിന്നാലും പൂതി ഞാൻ അവിടെ അവസാനിപ്പിച്ചേക്കണേ. ഇനി അത് കുഞ്ഞുട്ടിനെ കൊണ്ട് കുത്തിക്കുക എന്നല്ലാതെ ഞാൻ ആ ഭാഗത്ത് തിരിഞ്ഞു നോക്കൂല. ഞമ്മളൊക്കെ അതൊന്നും ഇപ്പം അതല്ലല്ലോ. ഞമ്മക്ക് ക്ലീനിങ്ങിന് പരിപാടിയല്ലേ. ഞാൻ രാവിലെ ഒന്ന് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ച് റെഡിയാക്കി എടുക്കാൻ വേണ്ടി വന്നതാണ്. രാവിലെ തന്നെ അതായത് എണീക്കുമ്പോൾ തന്നെ ബെഡ്ഷീറ്റ് വിരിച്ചിട്ടുള്ള പരിപാടിയൊന്നും എനിക്ക് നടക്കൂല. കാരണം ഞാൻ എണീക്കണ സമയത്തൊക്കെ മക്കളും ഒക്കെ ഉണ്ടാവും അവിടെ കിടക്കണേ. അപ്പോൾ ഓലൊക്കെ എണീച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ എൻ്റെ രാവിലത്തെ അടുക്കളയിലത്തെ ആ ഒരു ചുറ്റലൊക്കെ ഒന്ന് കഴിഞ്ഞതിന് ശേഷം ഇതൊക്കെ ഒന്ന് വിരിച്ചിട്ടുള്ള കാര്യങ്ങളും ഒക്കെ നടക്കുള്ളൂ. ഞാൻ ഈ ക്ലീനിങ് വീഡിയോസ് ഒക്കെ ചെയ്യണത് കൊണ്ട് തന്നെ ഈ ജാപ്പനീസ് ക്ലീനിങ് രീതികളുള്ള വീഡിയോകൾ കുറേ ദിവസമായി എൻ്റെ ഈ ഒരു ഹോം പേജിൽ കടന്ന് കളിക്കണം കേട്ടോ. ഞാൻ അങ്ങനത്തെ വീഡിയോസ് കാണലുമുണ്ട്. അപ്പം ഞാൻ കണ്ടതിൽ നിന്ന് നമ്മളെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് ചെയ്തു നോക്കാം എന്നുള്ള രീതിയിലാണ് കേട്ടോ ഞാൻ ഇന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ ഓല് പറയുന്ന ഒരു പ്രധാന കാരണം നമുക്ക് ജീവിക്കാനുള്ള ഒരു കാരണം കണ്ടെത്തണം ഓരോ ദിവസം എന്നുള്ളതാണ്. അത് ശരിക്കും ഒരു കണക്കിന് ആലോചിച്ചാല് സത്യമാണ്. അതിനെക്കുറിച്ച് പറഞ്ഞുതരാം. അതിന്റെ മുന്നേ ഇവിടെ ഇൻഡസ് വാലിക്കാരെയും അഗാരോന്റെ ആൾക്കാരെയും ഫ്ലിപ്പിന്റെയും എല്ലാരെ പെട്ടികളും ഇവിടെ അതാ കിടക്കുന്നുണ്ട്. ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ എത്ര നല്ല വൃത്തിക്ക് അടക്കി ഒതുക്കി പറക്കി വെച്ചതാണെന്നറിയോ. ഇന്ന മക്കൾക്ക് ലീവുള്ള ദിവസം ഈ ഒരു ബെഡിൽ ഇരുന്നിട്ടാണ് കളി. ആ സമയത്ത് അങ്ങനെ ഇങ്ങനെയൊക്കെ വലിച്ചിരുന്നതാണ്. പാമ്പല്ല, ഞാൻ ഒന്ന് സൂം ചെയ്ത് നോക്കിയതാണ് അതാണോ എന്നുള്ളത് അറിയാൻ. അല്ല കേട്ടോ, ഇവിടെ മക്കള് ഈ ഒരു സൈഡില് ഷീറ്റ് ഇല്ലാത്ത കുറച്ച് ഭാഗമുണ്ട്. അവിടെ ഓരോ പഴയ ബുക്ക് കാര്യങ്ങളൊക്കെ കൊണ്ടിട്ട് അതവിടെ കിടന്ന് ചെതല കുടിച്ച് ഒരു മാതിരി ആയിക്കണേ. അവിടേക്കൊന്ന് ക്ലീൻ ആക്കി എടുക്കണം. പിന്നെ ഞാൻ ആ പറഞ്ഞ കാര്യത്തിനെ കുറിച്ച് പറഞ്ഞുതരാം. ജീവിക്കാൻ ഒരു കാരണം വേണം എന്നുള്ളത്. അതെന്താ വെച്ചാല് നമുക്ക് ഓരോ ദിവസം ചെയ്തു തീർക്കാൻ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ ഉണ്ടെങ്കിൽ അന്ന് നമുക്ക് പണിയെടുക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിക്കാറല്ലേ. ഇന്നെ പോലെ എനിക്കിന്ന് ഇങ്ങനെ ക്ലീനിങ് കണ്ടുപിടിച്ചുകൊണ്ട് എനിക്കിന്ന് ഭയങ്കര ഇൻട്രസ്റ്റാ. ഓനക്ക് എൻ്റെ ഒപ്പം കൂടി തരാനും ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ അവനെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി നിൽക്കണമെങ്കിലും ഓൻ ഇന്നെ വിട്ടുപോകാതെ അവിടെ തന്നെ ഇങ്ങനെ നിൽക്കേണ്ടി വരും. ഇനി ആ ഒരു ഭാഗത്ത് സാധനങ്ങൾ വെക്കണമെങ്കിൽ ആദ്യം ഒരു ഷീറ്റ് വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ ജപ്പാൻകാർ ചെയ്യണതും നമുക്ക് ചെയ്യാൻ പറ്റാത്തതുമായിട്ടുള്ള ഒരു കാരണമുണ്ട്. അതെന്താണെന്നറിയോ? ഇതുണ്ട്, ഈ ഒരു പഴയ സാധനങ്ങൾ വലിച്ചെറിയാനുള്ള ഒരു മടി. ഓല വീട്ടില് അധികം പഴയ സാധനങ്ങള്, അതായത് ഒരുപാട് പഴയത് പിന്നീട് എപ്പോഴെങ്കിലും ആവശ്യം വരും എന്നുള്ള രീതിക്ക് എടുത്ത് വെക്കാറില്ല അത്ര. പക്ഷെ നമ്മളോ നേരെ തിരിച്ചാ. നമ്മളൊക്കെ ഒരു റൂമിൽ കയറിയാൽ മറ്റേ തലസ്ഥാനത്ത് നിന്ന് വരുന്ന എന്താ പാണ്ടിലോറിന്റെ അവസ്ഥ പോലെയാണ്.
ആകപ്പാടെ കുറേ അലങ്കാര വസ്തുക്കള്, പിന്നെ കുറേ നമുക്ക് ഒഴിവാക്കാൻ മടിയുള്ള കുറേ സാധനങ്ങൾ തന്നെയാണ് അധികം ഉണ്ടാകുക. അത് ഇന്റെ അവസ്ഥ തന്നെയാണ് ട്ടോ. ഈ റൂമിൽ അധികം വേണ്ടാത്ത സാധനം, പക്ഷെ എന്നാലും അതൊന്ന് കൈയൊഴിഞ്ഞ് ഒഴിവാക്കാനുള്ള ഒരു എൻ്റെ മടി എത്രയെന്നറിയോ? ഈ പെട്ടികളൊന്നും ഞാൻ വലിച്ചെറിയണില്ല. ആ, ഇതൊക്കെ ഒന്ന് ഒതുക്കി ഇങ്ങനെ പെറുക്കി എടുത്ത് വെക്കുകയാണ് കേട്ടോ. കാരണം എന്താ വെച്ചാല് ഇത് നമുക്ക് പഴയതായി കൊടുക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാലോ. ഇപ്പൊ പുറത്തത് കൊണ്ടിടാൻ പറ്റൂല, കാരണം മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അത് പിന്നെ ദ്രവിച്ച് മണ്ണിലലിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഒരു കവറിലൊക്കെ ഇട്ട് ഞാൻ മാറ്റി വെക്കാന്ന് വിചാരിച്ചത് കേട്ടോ. ഈ ഒരു സംഗതി എൻ്റെ ലൈഫിൽ നടത്താൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. ഈ ആവശ്യമില്ലാത്ത സാധനങ്ങൾ കളയില്, അത് വീണ്ടും വീണ്ടും പിന്നീട് എന്തെങ്കിലും ആവശ്യം വന്നാലോ എന്നുള്ളൊരു ചിന്തയിൽ എടുത്ത് വെക്കും കേട്ടോ. കുറേയൊക്കെ ഞാൻ മാറ്റം വരുത്താൻ നോക്കുന്നുണ്ട്, പക്ഷെ എന്നാലും അങ്ങോട്ട് മാറുന്നില്ല. അതാണുള്ള കുഴപ്പം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ജീവിക്കാനൊരു കാരണം എന്നുള്ളത്, അതെന്താ വെച്ചാലേ നമുക്ക് എങ്ങോട്ടെങ്കിലും പോകാനുള്ള ദിവസങ്ങളെ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് തീർക്കാനുള്ള ദിവസങ്ങളെ നമ്മൾ എനിക്ക് ഇന്നതുണ്ട് അപ്പോഴേക്കും എൻ്റെ പണികൾ തീർക്കണം എന്നുള്ള രീതിയിൽ ചെയ്യുമല്ലോ. അതാണ് ഈ ജീവിക്കാനൊരു കാരണം വേണം, ഓരോ ദിവസം ചെയ്ത് തീർക്കാൻ ഓരോ ദിവസം ചെയ്യാൻ ഓരോരോ കാരണങ്ങൾ വേണം എന്നുള്ളതാണ് അതിനർത്ഥം. നിങ്ങൾ എന്തൊക്കെ ട്രാൻസാക്ഷൻ കാണിച്ചിട്ടും കാര്യമില്ല, നമ്മൾ ഇവിടുന്ന് മാറൂല എന്നും പറഞ്ഞ് ഒരുത്തന് ഇവിടെ ചൂണ്ടക്കൊക്കെ ചൂണ്ടലിന്റെ വള്ളി എടുത്തുകൊണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ എങ്ങനെ പടയെ ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ദിവസം ഒരു 15 മിനിറ്റ് ക്ലീനിങ് എന്ന് പറഞ്ഞിട്ടൊക്കെ ഒരു റൂളൊക്കെ നമുക്ക് വെക്കാം കേട്ടോ. ഏതെങ്കിലും ഒരു സമയം ഒരു 9 മണി മുതൽ ഒരു 9:15 വരെ ഒരു ക്ലീനിങ്, അല്ലെങ്കിൽ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ച് ഇങ്ങനെ എല്ലാവരും ഒന്ന് നോക്കിയിട്ട് എല്ലാതും സെറ്റ് ചെയ്ത് വെക്കല്. അതുപോലെ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഡെയിലി ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ നമുക്ക് എക്സ്ട്രാ എടുത്തിട്ട് ഏതെങ്കിലും ഒരു ഭാഗം ക്ലീൻ ചെയ്യാന്നുള്ളത്. അത് ഞാൻ ഇടയ്ക്ക് ചെയ്യലുണ്ട്. അതിപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയുണ്ടാവും, ചില വീഡിയോയിൽ കാണാം. ചില ഒരു ഭാഗം അത് ഞാൻ ഏറ്റവും കൂടുതൽ പൊടിയായത് അലമ്പായത് അങ്ങനെ ഒരു ഭാഗം തിരഞ്ഞെടുത്തിട്ട് ആ ഭാഗം ക്ലീൻ ചെയ്യാന്നുള്ളത്. അത് നല്ലൊരു കാര്യമാണ്. ഡെയിലി ചെയ്യലില്ല കേട്ടോ. അതും ഈ പറഞ്ഞ പോലെ ഡെയിലി ചെയ്യാൻ എനിക്ക് മടിയാണ്. ഞാനവിടെ കഷ്ടപ്പെട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരുത്തനും ഇവിടെ ഡൂക്ക് ബൈക്കിൽ ചെത്തിക്കറങ്ങി നടക്കണം ചെക്കൻ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ദിവസം കുറച്ചൊരു ഭാഗം, ഒരു ചെറിയ ഭാഗം ഓരോ ദിവസവും നമ്മളെടുത്ത് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒന്നാഴ്ച ഒരു ദിവസം എടുത്ത് ക്ലീൻ ചെയ്യേണ്ട ഒരാവശ്യമില്ല. ഇപ്പം നിങ്ങൾ ആ ഒരു വെള്ള കീസിൽ കണ്ടോ, ആ കീസിലുള്ള സാധനം മാത്രമാണ് അത്രീനോടെ ഉണ്ടായിന്ന് നിങ്ങൾക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുണ്ടായിനത് കേട്ടോ. ബാക്കിയുള്ളതൊക്കെ ഞാൻ വീണ്ടും എന്തെങ്കിലുമൊക്കെ ആവശ്യം വന്നാലോ എന്ന് വിചാരിച്ച് എടുത്തുവെച്ച സാധനങ്ങളാണ്. പിന്നെ ജപ്പാൻകാർ ചെയ്യുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ എല്ലാം പെർഫെക്റ്റ് ആകണം എന്നുള്ള ഒരു ചിന്ത ഉണ്ടാവലില്ല. ഒരുവിധം നല്ല രീതിക്ക് ചെയ്യാം, അതൊരു കണക്കിന് ശരിയാ. നമ്മളെല്ലാതും പെർഫെക്റ്റ് ആകണം എന്ന് വിചാരിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ അത് സ്ട്രെസ് അടിച്ച ഒരുമാതിരി ഓഞ്ഞ പരിപാടിയാണത്. നമുക്കത് ഫുള്ള് ഒരു വൃത്തിക്ക് എപ്പോഴും ഇങ്ങനെ കടന്നിട്ടില്ലെങ്കിൽ ഒരു ജാതിരി പിരാന്തായിക്കാരം. പക്ഷെ ഇപ്പൊ ഞാനും അങ്ങനെയൊന്നും ചെയ്യലില്ല കേട്ടോ. കാരണം എൻ്റെ മക്കളൊക്കെ എനിക്ക് മക്കളായതിന് ശേഷം അങ്ങനെ എല്ലാതും അതുപോലെ ആ സ്ഥലത്ത് അതുപോലെ കാണണം എന്നൊന്നും ആഗ്രഹിക്കാൻ പറ്റാറില്ല. കാരണം ഒരു തല നന്നാക്കി ഇങ്ങനെ വരുമ്പോഴത്തേന് ഓരോരു തല ഇങ്ങനെ വടക്കാക്കി ഇങ്ങനെ കൊണ്ടുവരും. പിന്നെ ഞാൻ മിക്കവാറും സമയം ഞാൻ കണ്ട ആ എടുത്ത സാധനം എടുത്തെടുത്ത് വെക്കുക എന്നുള്ളത്, അത് ഞമ്മക്കും തന്നെ നല്ലൊരു, സത്യം പറഞ്ഞാൽ നമ്മൾ എടുത്ത സാധനങ്ങൾ അതേമാതിരി അവിടെ വെക്കുകയാണെങ്കിൽ നമുക്ക് പകുതി പണി ഉണ്ടാവില്ല. ഒരു സാധനം നമ്മൾ അവിടെ നിൽക്കും, ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് എടുത്തേക്കാന്ന് വെച്ചിട്ട് പിന്നെ വേറെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് എടുക്കും. ജപ്പാൻകാർ അത് എടുത്ത സാധനങ്ങൾ അതുപോലെ വെക്കുക എന്നുള്ളൊരു റൂള് ഓല ജീവിത രീതിയിലുണ്ട് കേട്ടോ. പക്ഷെ നമ്മളെ ജീവിത രീതിയിൽ പലപ്പോഴും ഞാൻ ചെയ്യുമെങ്കിലും നമ്മളെ മക്കളൊന്നും അതിന് കിട്ടൂല. ഓലെ ഞാനിപ്പോൾ ഇങ്ങനെ ട്രെയിൻ ചെയ്യലുണ്ട്. കാരണം എടുത്ത സാധനം എടുത്ത് വെച്ചിട്ടില്ലെങ്കിൽ ഞാൻ എപ്പോഴും അത് പറയും, അതുപോലെ കൊണ്ടേക്കൂ, ഇതുപോലെ എടുത്തു വെക്കൂ എന്നൊക്കെ ഞാൻ പറയലുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ഓരോ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ കുട്ടികളല്ലേ, മുഴുവനായിട്ടൊന്നും നമ്മൾ വിചാരിച്ച മതി കിട്ടൂല. പക്ഷെ ഓലെ പറഞ്ഞ് ചെയ്യുമ്പോൾ ഓൽക്കും തന്നെ അത് ജീവിതത്തിൽ ഒരു ശീലമായി വരും എന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ വീട്ടിൽ ഒരുപാട് സാധനങ്ങൾ കുത്തി നിറക്കരുത് എന്ന് പറയുന്നത് അതേപോലെ തന്നെ പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ ചിലർ ഒരുപാട് ഡെക്കോർ ഐറ്റംസ് കാര്യങ്ങളൊക്കെ വെറുതെ വാങ്ങിച്ച് കൂട്ടി പൊടി അടിച്ചവിടെ കിടക്കുന്നുണ്ടാവും. അത് സത്യം പറഞ്ഞാൽ നമ്മളത് മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ കൊണ്ടുപോകുന്നുള്ള സാധനങ്ങൾ മാത്രം വാങ്ങിക്കാൻ നോക്കുക. ഞാൻ മാക്സിമം നോക്കൽ അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. കാരണം നമ്മൾ ഒരുപാട് കുത്തി നിറച്ച് നിറക്കണതിലല്ല ഭംഗി,
അത് നമ്മൾ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ അതാണ് ഭംഗി. ഇപ്പോൾ ഒരു റൂമിൽ ഒരു ഒരു ടേബിളിൽ ഒരുപാട് പൂക്കളും ചെടികളും കായ്കളും അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഒക്കെ വെച്ച് നിറക്കുന്നതിനെക്കാട്ടിലും ഭംഗി ഒരൊറ്റ ചെടി ആ ഒരു ടേബിളിൻ്റെ നടുക്ക് വെക്കുകയാണെങ്കിൽ അത് നല്ല ഭംഗിയായിട്ട് പൊടിയൊക്കെ തുടച്ച് കൊണ്ടിറക്കണമെങ്കിൽ അതാണ് ഭംഗി. അപ്പം ജപ്പാൻകാർ ഉപയോഗിക്കുന്ന ഒരു കാര്യം മിനിമലിസം പോലെ റൂളിലുള്ള ഒരു കാര്യമാണ് മിനിമലിസം. നമ്മളെ റൂളിലില്ലാത്തതും അതാണ്. ആ ഒരു മിനിമലായിട്ട് നമുക്ക് അത് കാണുമ്പോൾ വാങ്ങിക്കാനുള്ളൊരുത്ത് വരെയാണ്. അങ്ങനെ പലപ്പോഴും ഞാനും അതിൽ പെട്ട ആളെന്നെയുണ്ട്. ഞാനെല്ലാം പെർഫെക്റ്റ് ആയിട്ടൊന്നല്ല ഞാൻ പറഞ്ഞിരുന്നത്. ഞാനിങ്ങനെ എൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ പറ്റുമോ എന്ന് നോക്കുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തു എന്നുള്ളൂ കേട്ടോ. ഇനി നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് ക്ലീനിങ് ടിപ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ മറക്കണ്ട. കാരണം എനിക്ക് ഇതിൽ പറയാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കും പറയാം. എനിക്കും തന്നെ അതിന് ആ ടിപ്സുകളൊക്കെ എനിക്കും എൻ്റെ ജീവിതത്തിൽ പകർത്താലോ. അങ്ങനെ ഒന്ന് കുറച്ചൊരു ഏരിയ ഞാൻ എടുത്തിട്ട് അതൊന്ന് ക്ലീൻ ചെയ്ത് അടിപൊളിയാക്കി. എല്ലാ ദിവസവും എല്ലായിടും പെർഫെക്റ്റ് ആക്കി വെക്കാനൊന്നും നമ്മളെ കൊണ്ട് പറ്റൂല. ഓരോ ദിവസം ഏതെങ്കിലും ഒരു കുഞ്ഞു ഏരിയ എടുത്തിട്ട് നല്ല പൊടിയായ ഭാഗം എടുത്തിട്ട് ക്ലീൻ ചെയ്ത് വെക്കുമ്പോൾ അതൊരു നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീണ്ടും നല്ലൊരു വീഡിയോയിൽ വരാം. അസ്സലാമു അലൈക്കും. ബൈ ബൈ.